സോളോ ലെവലിംഗ് എപ്പിസോഡ് 8 തുടങ്ങുമ്പോൾ ജിൻവോ അവൻ്റെ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അവൻ്റെ അമ്മ എറ്റേണൽ സ്ലീപ്പിലാണ്. കഴിഞ്ഞ എപ്പിസോഡിലാണ് ജിൻവോ എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന മരുന്നിനെക്കുറിച്ച് അറിയുന്നത്. അതിന് 3 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. അത് 3ഉം ഡീമൻ കാസലിനുള്ളിലായിരിക്കും ഉള്ളത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് പോയാൽ അവന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇനിയും ഒരുപാട് സ്ട്രോങ് ആവേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി അവൻ ജിൻഹോയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ജിൻഹോ സ്വന്തമായിട്ടൊരു ഗിൽഡ് തുടങ്ങി അതിൽ ജിൻവോയിനെയും കൂടി റിക്രൂട്ട് ചെയ്യാനാണ് നോക്കിയത്. ജിൻവോ ആദ്യം അത് റിജക്റ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഡഞ്ചനകത്ത് ജിൻവോയും ജിൻഹോയും മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. പക്ഷെ ഒരു സി റാങ്ക് ഡഞ്ചൻ എൻ്റർ ചെയ്യണമെങ്കിൽ മിനിമം 8 പേരെങ്കിലും വേണം. അതിനുവേണ്ടി കുറച്ച് ലോ റാങ്കിങ് ആയിട്ടുള്ള ഹണ്ടേഴ്സിനെ ഹയർ ചെയ്ത് അവരെ പുറത്ത് നിർത്തി ഇവർ മാത്രം ഡഞ്ചനിൽ എൻ്റർ ചെയ്ത് ക്ലിയർ ചെയ്യാനാണ് പ്ലാൻ. അതാകുമ്പോൾ ജിൻവോൻ്റെ സീക്രട്ട് പുറത്താരും അറിയേയില്ല. സ്വന്തമായിട്ട് ഗിൽഡ് തുടങ്ങണമെങ്കിൽ 20 ഡഞ്ചനെങ്കിലും ക്ലിയർ ചെയ്യണം. അതിൽ ഇനി 19 എണ്ണം ക്ലിയർ ചെയ്യാനുണ്ട്. അത്രയും ചെയ്യുമ്പോൾ ജിൻവോ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയും ചെയ്യും. ഇതേ സമയം എസ് റാങ്ക് ഹണ്ടേഴ്സായ ബെയ്ക്ക് ആൻഡ് ചോയ് എന്ന് പറയുന്ന 2 പേർ ജേജു ഐലൻഡിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഇവർ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചത്. പക്ഷെ അന്ന് അത് ഫെയിലായി പോയിരുന്നു. ഒന്നും കൂടി അവിടെ റെയ്ഡ് നടത്താനുള്ള പ്ലാനിങ്ങിലാണ് ഇവർ. ജേജു ഐലൻഡ് റെയ്ഡ് ഇനി വരാനിരിക്കുന്നതിൽ വലിയൊരു ഇവൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതെന്തായാലും ഈ സീസണിലായിരിക്കില്ല. പിന്നീട് ജിൻവോന് ഒരു ഡി റാങ്ക് ഗേഡിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നു. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡിലെ ഡഞ്ചനിലുണ്ടായിരുന്ന ടീമാണ് അവിടെയും ഉള്ളത്. അന്ന് ജിൻവോനെ മരിക്കാനിട്ടിട്ട് പോയവരാണ്. അതിൻ്റെ കുറ്റബോധം ഇവർക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോഴാണ് അവിടെ കാങ് ടൈഷിക് എന്ന് പറയുന്ന ഒരു ബി റാങ്ക് ഹണ്ടർ കുറച്ച് ക്രിമിനൽസുമായിട്ട് അവിടെ വരുന്നത്. ക്രിമിനൽസിന് അവരുടെ ജയിൽ ടൈം കുറയ്ക്കാൻ വേണ്ടി ഇതുപോലുള്ള ഡഞ്ചൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇതൊന്നും ജിൻവോനൊട്ടും നല്ല ഒരു ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. എന്നാലും എല്ലാവരും ഡഞ്ചനിൽ എൻ്റർ ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് തീരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതും കൂടി കഴിഞ്ഞിട്ടാണ് കഥ വേറൊരു രീതിയിലോട്ട് മാറുന്നത്. ഇതിനുശേഷം ജോബ് ചേഞ്ച് ആർക്കെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോഴാണ് ജിൻവോന് നെക്രോമാൻസർ എന്ന് പറയുന്ന ഒരു പവർ കിട്ടുന്നത്. അതിനുശേഷം പിന്നെ പൊളിയാണ്. മിക്കവാറും ആ ഒരു ആർക്ക് തീരുന്നിടത്ത് വെച്ചായിരിക്കും ഈ സീസൺ തീരുന്നത്.